നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആൻഡ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, ബാക്കിയെല്ലാം വിട്ടുകളയുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്ന ആ ടൈം തൊട്ട് ഇത് വാലിഡ് ആകുന്നതുമായിരിക്കും. നെഗറ്റീവ്സിനെ ഒരിക്കലും ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റീവ്സ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്, അപ്പം തൊട്ട് നെഗറ്റീവ്സിനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ്സിനെ അട്രാക്റ്റ് ആക്കാതിരിക്കുക, നെഗറ്റീവ്സിനെ നിങ്ങൾ കാണാതിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നതാണെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുക. കാർഡ്സൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ, ദ ഫൂൾ കാർഡ്, 9 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, 7 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഡെത്ത് കാർഡാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക്, അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ എത്തിയത് ആ വ്യക്തിയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ആലോചിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഭാഗ്യമായിട്ടാണ് എന്നാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ചെന്നതിന് ശേഷമാണ് ആ വ്യക്തിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചത്. അതായത് ആ വ്യക്തി ഒരു ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു ആദ്യകാലങ്ങളിൽ നയിച്ചിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ എത്തിയതിന് ശേഷം കുറേ കൂടി കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി നോക്കിക്കണ്ട് ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ആലോചിക്കുന്നത് ആ വ്യക്തിക്ക് തന്നെ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ് ആ വ്യക്തിയുടെ ലൈഫിൽ വന്നു ചേർന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തിയുടെ ഒരു അലസത മൂലം ഒരുപാട് അവസരങ്ങൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷം എല്ലാ കാര്യവും ഒരു ചിട്ടയായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ അവസരങ്ങളാണോ മുന്നേ നഷ്ടപ്പെട്ടത് അതൊക്കെ ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം ആ വ്യക്തിക്കുണ്ടായ ഭാഗ്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ലൈഫിൽ വന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി രാത്രിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആ വ്യക്തി പല സമയങ്ങളിലും നിങ്ങളെ ശരിക്കും കരയിച്ചിട്ടുണ്ട്. നിങ്ങളോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടിട്ടാണ് ആ വ്യക്തി നിങ്ങളെ വഴക്ക് പറഞ്ഞതും നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചതും കുറേയേറെ പൊസസീവ്നെസ് കാണിച്ചിട്ടുള്ളതും. പക്ഷെ അത് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയില്ല. അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ആ വ്യക്തിക്കുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതിലേറെ വിഷമമുള്ളത് നിങ്ങളെ ആ വ്യക്തി സങ്കടപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി തന്ന സങ്കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആ വ്യക്തി സങ്കടപ്പെടാറുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് ആ വ്യക്തി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചില സാഹചര്യങ്ങളിലൊന്നും ആ വ്യക്തി നിങ്ങളോട് സ്നേഹം തന്നെ പ്രകടിപ്പിക്കാറില്ല. ഒരു സ്നേഹമില്ലാത്ത വല്ലാത്തൊരു ബിഹേവിയർ കാണിക്കുന്നു. അത് നിങ്ങളെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് കൊണ്ടെത്തിക്കുന്നു. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കാറുള്ളത്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിയുടെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളോട് അതുപോലെയൊക്കെ കാണിക്കേണ്ടി വന്നത് എന്നൊക്കെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല.
ആ വ്യക്തിയുടെ ചില സാഹചര്യം കൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുമൂലം നിങ്ങൾക്കുണ്ടാവുന്ന വിഷമത്തിനെ പറ്റി ഓർത്തിട്ട് ആ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട്. എന്നിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് അടുത്ത ദിവസം നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നം സോൾവ് ആക്കണം. ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് ഒരിക്കലും വിഷമം തരരുത്, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ സൃഷ്ടിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടെ ബിസിനസ് സംബന്ധിച്ച കാര്യത്തിലാവട്ടെ, ജോലി സംബന്ധിച്ചിട്ടാവട്ടെ, പല തവണ ആ വ്യക്തി വിഷമിച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളാണ് പല ഐഡിയാസും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിങ്ങളാണ് ആ വ്യക്തിക്ക് ഒരു തരം പ്രൊട്ടക്ഷൻ നൽകിയിരുന്നത്. ഈ ഒരു ടെൻഷനിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഇത്രയും കെയറിങ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് ഒരു പാർട്ട്ണറിനെ ഈ വ്യക്തിക്ക് ലഭിച്ചതിൽ ആ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളില്ലാത്ത ജീവിതത്തിനെ കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇപ്പോഴും സങ്കടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തിയുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആണെങ്കിൽ തന്നെയും ആ വ്യക്തി അതിനു മുന്നേ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ ആ വ്യക്തിക്കൊന്ന് മനസ്സിലാകണമേ, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്നാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളോടുള്ള സ്നേഹവും പ്രണയവും ആ വ്യക്തിക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ 1% പോലും കുറയുന്നില്ല. ഓരോ ദിവസവും രാത്രിയിലും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണ് ഉള്ളിൽ. ഓരോ ദിവസം കഴിയുന്തോറും നിന്നെ എനിക്ക് ഒരുപാട് സ്നേഹിക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ദിവസം, അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഒരു ദിവസത്തിനെയൊക്കെ ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ ഒരു പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കല്യാണ ദിവസത്തെ പറ്റി, കല്യാണം കഴിച്ച് നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെയൊക്കെ കുറിച്ച് ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ പോലും ആ വ്യക്തിയുടെ വീട്ടിലുള്ളവർ, ആ വ്യക്തിയുടെ പേരൻസ് ആണെങ്കിലും ഈ ലോകം തന്നെ നിങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിന് എതിരെ നിന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങളെ മാത്രമായിരിക്കും ലൈഫിൽ സ്വീകരിക്കുക എന്ന് ആ വ്യക്തി ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. ആ വ്യക്തി ഇതൊക്കെയാണ് രാത്രിയിൽ ചിന്തിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വിവാഹ ദിവസം നിങ്ങൾ കല്യാണ വസ്ത്രം ധരിച്ച് ആ വ്യക്തിയുടെ അരികിലേക്ക് വന്നതിനെ കുറിച്ചിട്ടാണ് ആ വ്യക്തി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിവാഹ വസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങി ആ വ്യക്തിയുടെ അരികിലേക്ക് വരുന്നതാണ് ആ വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലും ആ വ്യക്തി തകർന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളാണ് കൈത്താങ്ങായി ആ വ്യക്തിയുടെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാമാണ് എന്ന് ആ വ്യക്തി നിങ്ങളോട് ഈ രാത്രി പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നിങ്ങൾ കണ്ട ആ ഒരു നിമിഷത്തെ പറ്റിയും ആ ഒരു ദിവസത്തെ പറ്റിയും ആ വ്യക്തി രാത്രിയിൽ ചിന്തിക്കാറുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓരോ ദിവസവും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഓരോ ദിവസം കഴിയും തോറും ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിനക്കത് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളോട് ഇത് സംസാരിക്കുന്നുണ്ട്, രാത്രിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആ വ്യക്തിക്ക് കുത്തി നോവിക്കേണ്ട അവസരങ്ങൾ ആ വ്യക്തി തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്. നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ആ വ്യക്തിക്ക് പല വാക്കുകളും നിങ്ങളോട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാകാം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരുപാട് സ്നേഹം കൂടുതൽ കൊണ്ടും പൊസസീവ്നെസ് കൊണ്ടും അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിലൊക്കെ ആ വ്യക്തി ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ഈ വീഡിയോ കണ്ട എല്ലാവരോടും യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ കൊണ്ട്, നിങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ടിട്ട് ഉണ്ടായിപ്പോയ ചില സിറ്റുവേഷനാണ്. ആ വ്യക്തി അതിൽ ശരിക്കും വിഷമിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി രാത്രിയിൽ ആലോചിക്കുന്നത് തന്നെ. ഓരോ ദിവസവും നിങ്ങളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് ചിന്തിച്ചാണ് ആ വ്യക്തി നേരം വെളുപ്പിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും പൊസസീവ്നെസ് കൊണ്ടും ചില സാഹചര്യങ്ങളിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോകുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഉള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് തരം പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് ഇവിടെ പരിഹാരം ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേണ്ടത്ര കെയറിങ് തരുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് വേണ്ടത്ര സ്നേഹം തരുന്നില്ല എന്നൊക്കെയാണ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്നൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടെ ശരിയായ രീതിയിൽ അതിനെ പരിഹരിച്ച് തരുന്നതാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, നിങ്ങളുടെ കരിയർ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാവട്ടെ, ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജി, ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിച്ച് തരുന്നതാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.